ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB എക്സാം മീറ്റ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് ലോയുടെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള പുതിയ ടോപ്പിക്കാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നമുക്ക് ടോപ്പിക്കിലേക്ക് അടുക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 88 റൂൾ 127 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റി പറയുന്നത്. സെക്ഷൻ 88 റൂൾ 127. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മെമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് ദി വേരിയസ് കാറ്റഗറി ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റി within the circle elected by the members of the committee of each category of society. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ വരുന്ന 7 മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ CCUമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. അവർ തിരഞ്ഞെടുക്കുന്നത് മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ആയിരിക്കും. ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും ഓരോ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 7 മെമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് ദി വേരിയസ് കാറ്റഗറി ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്. ഒരു സർക്കിളിലുള്ള അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയസ് സൊസൈറ്റീസിൽ നിന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് 7 പേരെ കമ്മിറ്റി തീരുമാനിച്ച് അവരെ തിരഞ്ഞെടുക്കും. അങ്ങനെ 7 പേര്. ഒന്നാമത്തത് അവരാണ് 7 പേര്. രണ്ടാമതായിട്ട് 2 മെമ്പേഴ്സ് ഇലക്റ്റഡ് ബൈ ദി എംപ്ലോയീസ് ഓഫ് ദി അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്തിൻ ദി സർക്കിൾ. 2 പേരെന്ന് പറയുന്നത് ഈ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റികളിലെ എംപ്ലോയീസ് ആയിരിക്കും. അവരെയും നമ്മൾ അവരുടെ കമ്മിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിടുന്ന 2 പേരായിരിക്കും. ഓക്കെ, അത് 7 പേര്, ഇപ്പോൾ 2 പേര്, അപ്പോൾ 9 പേരായി. ഇനി ഒരാളെന്ന് പറയുന്നത് 1 മെമ്പർ ഇലക്റ്റഡ് ബൈ ദി വിമൻ മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ഓഫ് ദി അഫിലിയേറ്റഡ് സൊസൈറ്റി. അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റികളിൽ നിന്നുള്ള വിമൻ റെപ്രസെൻറ്റേറ്റീവ് ഒരാളുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 7 2 9 1 10 പേരായി. 1 മെമ്പർ ബിലോങ്സ് ടു SC/ST മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റി. ഇനി ഒരാളെന്ന് പറയുന്നത് SC/ST മെമ്പർ ആയിരിക്കും. അതായത് ഈ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റികളിൽ നിന്നുള്ള SC/ST മെമ്പേഴ്സിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഇനി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദി സർക്കിൾ. എക്സ് ഒഫീഷ്യോ ആയിട്ട് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ AD. ഓക്കെ, അങ്ങനെ AD ഒരു എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് CCUയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തത് ദി അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദി സർക്കിൾ എക്സ് ഒഫീഷ്യോ ഹൂ ഷാൽ ബി ദി സെക്രട്ടറി ഓഫ് CCU. ഇനി അതുകൂടാതെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ AR CCUവിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ അധികാരമുള്ള AR അയാളൊരു എക്സ് ഒഫീഷ്യോ മെമ്പറായിരിക്കും. അതുമാത്രമല്ല CCUവിൻ്റെ സെക്രട്ടറിയും ഈ AR തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. 7 മെമ്പേഴ്സ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റികളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് 7 പേര്. 2 മെമ്പേഴ്സ് അഫിലിയേറ്റ് ചെയ്ത സൊസൈറ്റിയുടെ എംപ്ലോയീസിൽ 2 പേര്. ഒരാൾ വിമൻ റെപ്രസെൻറ്റേറ്റീവ്, ഒരാൾ SC/ST റെപ്രസെൻറ്റേറ്റീവ്. അതുകൂടാതെ 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് വരും. ഒന്ന് AD, ഒന്ന് AR. AR ആയിരിക്കും CCUവിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഇനി ഈ CCUവിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഈച്ച് CCU ഷാൽ ഇലക്ട് വൺ ഓഫ് ദി മെമ്പേഴ്സ് അതർ ദാൻ ആൻ എക്സ് ഒഫീഷ്യോ ടു ബി ഇറ്റ്സ് ചെയർമാൻ. ARO ADO അല്ലാതെയുള്ള ബാക്കി മെമ്പേഴ്സിൽ നിന്ന് ഒരാളെ ആയിരിക്കും CCU എന്തായിട്ട് ചെയർമാനായിട്ട് എലക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് എന്താകാൻ പാടില്ല,
ചെയർമാൻ ആകാൻ പാടില്ല. പക്ഷേ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? AR ജനറലാണ്. ഓക്കെ. ഇനി the term of office of an elected members shall be 5 years from the date on which he enters upon the office. അപ്പോൾ CCUവിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, 5 വർഷം. 5 വർഷം എന്ന് പറഞ്ഞാൽ അയാൾ എന്ന് അധികാരമായിട്ട് ഓഫീസിലെത്തുന്നോ ആ ദിവസം തൊട്ട് 5 വർഷത്തേക്കായിരിക്കും അവരുടെ ടേം എന്ന് പറയുന്നത്. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 2 പേരുണ്ടല്ലോ, ARഉം ADയും. അവർക്ക് ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ എല്ലാ പവേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. The affiliated and functioning societies alone shall have the right to vote and contest in the elections in the CCU. ഇനി CCUവിൽ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആർക്കൊക്കെയാണെന്നാണ് പറയുന്നത്. CCUവിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതും ഫങ്ഷൻ ചെയ്യുന്നതുമായിരിക്കുന്ന സൊസൈറ്റീസിന് എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അഫിലിയേറ്റ് ചെയ്തിരിക്കണം, അതിപ്പോൾ ഫങ്ഷനും ആയിരിക്കണം. അങ്ങനെയുള്ള സൊസൈറ്റീസിനാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അപ്പോൾ നമ്മൾ CCUവിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ്റാണ് CCUവിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. CCUവിലെ മെമ്പേഴ്സ് ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് വേണമെന്നാണ് അടുത്തത് നമ്മൾ നോക്കിയത്. 7 പേര് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സൊസൈറ്റീസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. 2 പേര് അഫിലിയേറ്റഡ് സൊസൈറ്റീസിൻ്റെ എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഒരാൾ അഫിലിയേറ്റഡ് സൊസൈറ്റിയുടെ വിമൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഒരാൾ SC/ST മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. അതുകൂടാതെ 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണുള്ളത്, ADയും ARഉം. AR ആയിരിക്കും CCUവിൻ്റെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അല്ലാതെ ബാക്കിയുള്ള മെമ്പേഴ്സിൽ നിന്ന് ഒരാളെയായിരിക്കും ചെയർമാനായിട്ട് അവർ സെലക്ട് ചെയ്യുന്നത്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് ചെയർമാനായിരിക്കാൻ സാധിക്കില്ല. ഇനി CCUവിലെ ഓഫീസിൻ്റെ ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ഓക്കെ, 5 വർഷമായിരിക്കും. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി CCUവിൽ വോട്ട് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അഫിലിയേറ്റഡും ഫങ്ഷനിങ് ആയിട്ടുള്ള അഫിലിയേറ്റഡ് സൊസൈറ്റീസിൽ നിന്ന് മാത്രമായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് അധികാരം ഉണ്ടാവുക. അഫിലിയേറ്റ് ചെയ്തിരിക്കണം, ആ സൊസൈറ്റീസ് ഫങ്ഷനിലുള്ളവയായിരിക്കണം. അങ്ങനെയുള്ള സൊസൈറ്റീസിന് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ CCUവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. CCUവിനെ പറ്റി പറയുന്ന സെക്ഷനും റൂളും ഓർത്തിരിക്കുക. സെക്ഷൻ 88ഉം റൂൾ 127. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.